ജനമൈത്രി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠന സഹായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാജാരോഹിണി ഹാളിലും +1, +2 വിദ്യാർത്ഥികൾക്ക് സ്വയംവര ഹാളിലുമാണ് ക്ലാസുകൾ സജ്ജീകരിച്ചത്. കൊല്ലം റൂറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഡിവൈഎസ്പി എ ഷാനവാസ് ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ജാഗരൂകരാക്കി നിർത്തുക, അവരെ കുറ്റകൃത്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റ് പ്രവണതകളിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ജാഗ്രതാ സമിതികൾ ഈ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. അതുപോലെ നമ്മുടെ യുവതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവരെവിടെ പഠിക്കുന്നത്? സ്കൂൾ തലത്തിലാണ് അല്ലേ? ആ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളെ അനാശാസ്യ പ്രവണതകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി മദ്യം, മയക്കുമരുന്ന്, പുകയില, ലഹരി വസ്തുക്കൾ, മറ്റ് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, അശ്ലീല ചിത്രങ്ങൾ, അതുപോലെ തന്നെ ലഹരി മരുന്ന് പുറത്തു നിന്ന് ആൾക്കാരെ കുട്ടികളെ വശംവദരാക്കി അവരെ ഏജന്റന്മാരാക്കി മാറ്റുക, കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ നയിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കൃത്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, സ്കൂൾ തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാഗരൂകരാക്കി ആ സ്കൂൾ തലത്തിൽ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സമിതി എല്ലാ സ്കൂളുകളിലും പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളിലുള്ളതെന്ന് എനിക്കറിയില്ല. പുനലൂർ SI KS ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാവ് എബ്രഹാം ജോർജ് അധ്യക്ഷത വഹിച്ചു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ പരത്തുന്ന ദോഷങ്ങൾ, വിദ്യാഭ്യാസത്തിന് ഏതൊക്കെ മാർഗങ്ങൾ എന്നീ വിഷയങ്ങൾ മുൻനിർത്തി കോട്ടയം IAS ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അഡ്വക്കേറ്റ് ജയസൂര്യൻ, കൊല്ലം സൈബർ സെൽ വിദഗ്ധൻ ശ്യാം എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഇതൊന്നും രഹസ്യമല്ല എന്നുള്ളതാണ്. മൊബൈലിൽ കൂടി നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, അക്ഷരവും, ശ്വാസം വിടുന്നത് പോലും വർഷങ്ങളോളം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന സംവിധാനം ഉണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അതെടുക്കാം. ഒരു 15 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 15 വർഷം മുമ്പ് നിങ്ങൾ ഇന്നയാളിനോട് ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് സംസാരിച്ചത് ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് നിഷേധിക്കും, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതാ കേട്ടോളൂ, കേൾപ്പിക്കാൻ സാധിക്കും. നമ്മൾ അറിഞ്ഞിരിക്കണം, അങ്ങനെയാണ്. രഹസ്യമെന്നുള്ളത് ഇല്ല, മൊബൈലിൽ രഹസ്യമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.